ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങി എണീറ്റ് വന്ന് കണ്ട കാഴ്ച ഇതാണ്. ഇത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം അങ്ങ് പോയി കിട്ടി എന്നുള്ളതാണ്. എൻ്റെ ഏരിയ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എന്ത് കഴിക്കാനുള്ളതെന്നാണ് ആദ്യത്തെ നോട്ടം. നോക്കിയപ്പോൾ മുതിരത്തോരനുണ്ട്, മീൻ കൂട്ടാനുണ്ട്, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ചോറുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഓഫ് കോഴ്സ് അത് സത്യേട്ടൻ്റെ കടയിൽ നിന്ന്. കഴിഞ്ഞ ഒരാഴ്ച സൂര്യേട്ടൻ കാണിച്ച കോമഡികളാണ് എൻ്റെ മുഖം മുഴുവൻ കാണുന്നത്. മൊത്തത്തിൽ ടാൻ അടിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ പല്ല് തേച്ചിട്ട് തുടങ്ങാനായി ബാക്കി. അപ്പോൾ അതേ പുറത്തുനിന്നൊരു സൗണ്ട്. ഐസ് പൂട്ടുകാരൻ പോകുന്നതാണ്. വാങ്ങിയാലോ? വേണ്ട. ഒരു ഹെലികോപ്റ്റർ സ്പോട്ട് ചെയ്തുണ്ടാവുന്ന അതേ ആൻസൈറ്റി തന്നെയാണ് ഐസ് പൂട്ട് ചേട്ടൻ്റെ ഹോൺ കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാവാറ്. എന്നാൽ പിന്നെ സൂര്യേട്ടൻ്റെ വികൃതിക്ക് ഒരു പരിഹാരം എന്നാണോ ഒരു ഡീട്ടാൻ എടുത്ത് പഠിച്ചാലോ? ഭാര്യ ബ്യൂട്ടീഷ്യനായി ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സംഭവം കളറല്ലേ? സാധാരണ ഒരു മുടക്ക ദിവസം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഇത്ര വലിയ സംഭവമായിട്ട് ഞാൻ കാണിക്കുന്നൊന്നല്ല. ഇതൊക്കെ ചെയ്തത് വളരെ ചെറിയ സംഭവമാണെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ എൻ്റെ കരിയറിൻ്റെ തുടക്കം തന്നെ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാത്ത പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കേട്ടാൽ ആരും അറയ്ക്കുന്ന അത്രയും ജോലികൾ വരെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല മക്കളെ, ഇത് ഉച്ചയ്ക്കത്തെ ലഞ്ചാണ്. സമയം 1 മണിയായിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് അകത്തെ പരിപാടികളൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഞാൻ ദേ പുറത്തേക്ക് കിടക്കണം. അങ്ങനെ അപ്പൂസിന്റെ ഫുഡ് അടി കഴിഞ്ഞു. അവള് ദേ സൈഡായി TV വിത്ത് ഹോട്ട്സ്റ്റാർ വിത്ത് കാർട്ടൂൺ നെറ്റ്വർക്ക്. നമ്മൾ നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പുറത്തോട്ട്. കാലത്ത് ഏർലി മോർണിംഗിന് ഷിഫ്റ്റ് പോകുന്നതുകൊണ്ട് തന്നെ ഭാര്യ വീട്ടിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും എനിക്കില്ല എന്നുള്ളതാണ്. അവളെ കൊണ്ട് പറ്റുന്നതല്ല അവൾ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. അവൾ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന അവൾക്കും അറിയാം എന്നുള്ളതാണ്. വീക്കെൻഡിൽ വൺ ഓഫ് മൈ ഫേവററ്റ് പാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടികളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഞാൻ ഈ വക പരിപാടികൾക്ക് നിൽക്കാറുള്ളൂ. കാരണം അതിനുള്ള സമയമുള്ളൂ. ലൈഫിൻ്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ കൂടിയ ഒരാളാണ് ഈ വണ്ടി. തുടക്കത്തിൽ ഓർക്കാനായിട്ട് ഒന്നും നല്ലതില്ലെങ്കിലും ഇപ്പം അവൻ്റെ ഓർമ്മയിൽ കുറച്ച് നല്ല അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ പ്രഷർ വാഷർ ഉപയോഗിച്ച് EV വെഹിക്കിൾസ് കഴുകരുതെന്ന് പറയാറുണ്ട്. ഞാൻ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും ബാറ്ററിയുടെ ഭാഗവും ഡിസ്പ്ലേയുടെ ഭാഗം ഒഴിപ്പിച്ച് ഞാൻ വളരെ ലൈറ്റായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. പോയിന്റ് ഇത് ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. ഓൾമോസ്റ്റ് 7 വർഷമായിട്ടുണ്ട് ഈ മുതൽ എൻ്റെ കൂടെ കൂടിയിട്ട്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പൈസയ്ക്ക് അധ്വാനിച്ചെടുത്തിട്ടുള്ളൊരു വണ്ടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓൾ കേരള ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് നടക്കുമെന്ന് അറിയില്ല. ഇവനെക്കുറിച്ച് ഞാൻ ഡെയിലി പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പോൾ പുറത്തത്തെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി ലാസ്റ്റ് വർക്കിലേക്ക് പോവാം. ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ ഹൗസ് കീപ്പിംഗിൽ ജോബ് ട്രെയിനിങ് ചെയ്തുകൊണ്ട് തന്നെ ബാത്റൂം കഴുകാന്നൊക്കെ പറയുന്നത് എനിക്ക് പൂ പറിക്കുന്ന ലാഘവേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ ബൈ, സീ യു.